everyone. Electronics and Communication GATE 2026 All India Rank 203 സ്കോർ ചെയ്തിട്ടുള്ള ജോസ് പോൾ ആണ് ഇത് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഈ ഒരു റാങ്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇത്രയും ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു. 2 ഡിജിറ്റ് റാങ്ക് ആയിരുന്നു എൻ്റെ എയിം. പക്ഷേ 203 ഇസ് നോട്ട് ബാഡ് റാങ്ക്. സോ ഐ എം ഹാപ്പി ആൻഡ് ഓൾസോ ഇനി കൂടുതൽ ഇത് വെച്ചുള്ള അഡ്മിഷൻസ് ആണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ECEയിൽ നിങ്ങൾ 203 അതുപോലെ തന്നെ ആർദ്ര 376 തുടങ്ങി നിങ്ങളുടെ ബ്രാഞ്ചിൽ നിന്നും എല്ലാവരും നല്ല ടോപ്പ് റാങ്കുകൾ സ്കോർ ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ARCയിലെ ക്ലാസ്സുകളും അതുപോലെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ അടിപൊളിയായിരുന്നു? അടിപൊളിയായിരുന്നു. ആക്ച്വലി നമ്മൾ എടുക്കുമ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ പിള്ളേർ ഒരുമിച്ചായിരിക്കും. അപ്പോൾ ക്ലാസ് കുറച്ച് ആൾക്കാരുണ്ടാകുമ്പോൾ നല്ല വൈബാണ്. പഠിപ്പിക്കുന്നതും പുറത്തുനിന്നുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും അതിനനുസരിച്ചുള്ള ഇൻട്രാക്ഷനൊക്കെ ഉണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ വളരെ നല്ലതാണ്. പൊതുവേ നല്ല അഭിപ്രായമാണ്. ഫാക്കൽറ്റീസ് ഒക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ആക്ച്വലി. പിന്നെ അവർ നമ്മൾ ഇവിടുത്തെ സാധാ നോർമൽ ഫാക്കൽറ്റീസ് പോലെ തന്നെ ചിൽ ആൻഡ് ടോക്ക് അത്രേ ഉള്ളൂ. ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ അവർ നന്നായിട്ട് പറഞ്ഞു ഹെൽപ്പ് ചെയ്യായിരുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ഗേറ്റ് കോച്ചിങ് ചെയ്യണമെന്ന് ഒരു ഡിസിഷൻ എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു? ആക്ച്വലി എനിക്ക് തുടക്കത്തിൽ ഗേറ്റ് കോച്ചിങ്ങിന് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് ഇങ്ങനെ വിട്ടപ്പോഴാണ് ഞാൻ പോയത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ നമ്മൾ തന്നെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഐഡിയ ആയിരിക്കും മനസ്സിൽ. പക്ഷേ ഒരു കോച്ചിങ്ങിന് വരുമ്പോൾ നമുക്ക് ചുറ്റും ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ എത്രത്തോളം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് എഴുതണമെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. ആൻഡ് ഓൾസോ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് എപ്പോഴും ഡൗട്ട് ക്ലിയറിങ് വരുമ്പോൾ ടീച്ചേഴ്സിന് മുന്നേ ഫ്രണ്ട്സിനോടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതിനോടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ കോച്ചിങ് ക്ലാസ് വന്നത് ഞാൻ ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ ദാറ്റ് ഐ മേഡ്. ഓക്കെ, ബിഫോർ ഗേറ്റ് കോച്ചിങ് ആൻഡ് ആഫ്റ്റർ ഗേറ്റ് വലിയൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കാരണം ബിടെക് ഞാൻ ആക്ച്വലി ഒരു എൻജോയ്മെൻറ്റ് പീരീഡ് ആയിട്ടാണ് ഞാൻ നോക്കിയിരുന്നത്. അപ്പോൾ ഞാൻ അക്കാഡമിക്സ് നോക്കിയില്ല എന്നല്ല, പക്ഷേ കൂടുതൽ എൻജോയ്മെൻ്റ് ആയിരുന്നു. സോ അത് കഴിഞ്ഞ് ഒരു ജോലിയായിട്ട് പോയി. പിന്നെ MTech പഠിക്കാനായിരുന്നു എനിക്ക് താല്പര്യം. സോ ഗേറ്റിൽ പ്രിപ്പയർ ചെയ്തപ്പോൾ ആക്ച്വലി എനിക്ക് കോളേജിൽ എന്തൊക്കെയാണ് മിസ്സായെന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും കുറേ സാധനങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് എല്ലാം പഠിച്ചത്. ആക്ച്വലി ഒരു ബിടെക് ശരിക്കും പഠിച്ചാൽ എങ്ങനെയിരിക്കും എന്നുള്ളൊരു എഫക്റ്റാണ് കിട്ടിയത്. ഓക്കെ, ARC ഫാക്കൽറ്റീസ് എല്ലാം എവിടെ നിന്നുള്ളവരായിരുന്നു എന്നറിയോ? എല്ലാവരും നോർത്ത് ഇന്ത്യൻസ്, ലൈക്ക് ഇൻഡോറിൽ നിന്നുണ്ടായിരുന്നു, ഡൽഹിയിൽ നിന്നുണ്ടായിരുന്നു. മൈ ഫേവറേറ്റ് വാസ് ഫ്രം ഇൻഡോർ. അവരുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നോ? ക്ലാസ്സൊക്കെ അടിപൊളിയായിരുന്നു. ക്ലാസ്സൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ഇന്ററാക്ട് ചെയ്തിട്ടായിരുന്നു? പിന്നെ നല്ല ഇൻട്രാക്ഷൻ ആയിരുന്നു. ഓക്കെ, അടിപൊളി. ഫോർ MTech ഏത് ബ്രാഞ്ച് സെലക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ആക്ച്വലി വർക്ക് ചെയ്തതും ബിടെക് കഴിഞ്ഞ് പ്ലേസ്ഡ് ആയ ഇൻഡസ്ട്രി VLSI ഇൻഡസ്ട്രി ആണ്. അപ്പോൾ എനിക്ക് കൂടുതൽ അതിൽ കയറണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ലൈക്ക് ഡിഗ്രി ഓർ എന്തെങ്കിലും കുറച്ചും കൂടി എക്സ്പീരിയൻസ് വേണമെന്നുണ്ടായിരുന്നു. സോ എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ MTechലേക്ക് വന്നതാണ്, MTech എടുക്കാൻ താല്പര്യപ്പെട്ട് വന്നതാണ്. അപ്പോൾ MTechൽ VLSI മൾട്ടിപ്പിൾ കോഴ്സസ് ഉണ്ട്. മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് VLSI, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് സിസ്റ്റംസ്, അങ്ങനെ പറയുന്ന കുറച്ച് കോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ബിടെക്കിൽ നിന്ന് പ്ലേസ്മെൻറ്റ് ലഭിച്ച് നേരെ ജോബിന് പോകുന്നതും MTech ITIയിൽ നിന്നും ടോപ്പിൽ വരുന്ന NITകളിൽ നിന്ന് ചെയ്യുന്നതാണോ നല്ലതാണ്? എന്താണ് അഭിപ്രായം? ഓഫ് കോഴ്സ് MTech ഇസ് ഓൾവേസ് എ ബെസ്റ്റ് ഓപ്ഷൻ. ലൈക്ക് ബിടെക് കഴിഞ്ഞ് കിട്ടുന്ന ഒരു പാക്കേജ് എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. പൊതുവേ ലൈക്ക് ഇഫ് യു ഡു ഇറ്റ് ഫ്രം എ Tier 3 കോളേജ് നമുക്ക് പൊതുവേ കുറവായിരിക്കും പാക്കേജ്. പിന്നെ ഒരു MTech നല്ലൊരു കോളേജിൽ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചുള്ള പാക്കേജ് നന്നായിട്ട് കിട്ടും. ലൈക്ക് 3 or 4 times നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും പാക്കേജ്. ഓക്കെ, ഇൻ ARC നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി ഇഷ്ടമായി. അങ്ങനെ ARCയിലെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുത്തെ നോൺ ടെക്നിക്കൽ സ്റ്റാഫ്, ലൈക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനും ചേച്ചിയും എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു. ആക്ച്വലി ഒരു സെക്കൻഡ് ഹോം പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. നമുക്ക് ചുറ്റും അറിയുന്ന ആൾക്കാർ, ചുറ്റുമുള്ള ഫ്രണ്ട്സ്, പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ആണെങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് മെസ്സേജ് അവർ കിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് സജീർ സാർ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. എല്ലാത്തിനും നമ്മളെ ഒരു ടോപ്പ് ലെവലിൽ എത്തിക്കാൻ തന്നെയാണ് ARCയുടെ എപ്പോഴും ഒരു എയിം. സോ ഇറ്റ് റിയലി ഹെൽപ്പ് മീ. അവരുടെ സപ്പോർട്ട് അധികം ഉണ്ടായിരുന്നു, വളരെയധികം തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ കോച്ചിങ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിനോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ കോച്ചിങ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. ഇപ്പം നമ്മുടെ വർക്കാണ് ഫുള്ളും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന്
നോ കോംപ്രമൈസ്. ബട്ട് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഫുൾ എഫേർട്ട് ഇടണം. ലൈക്ക് നമുക്കത് വേണം, നമുക്കത് ആവശ്യമാണ്, വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിൽ ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും നമുക്ക് നല്ല സ്കോർ കിട്ടും. അടിപൊളി. ഓക്കെ, താങ്ക് യു സോ മച്ച് ജോസ് പോൾ. ഇത്ര നേരം ഞങ്ങളോട് ഇൻട്രാക്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.